caught in the crossfire. It's caught in the ഹലോ മൈ ഗൈസ്, വിസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അല്ല, സാധാരണ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ മോഡുകളും കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തിയതല്ലേ. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ബസ് മാലിയോ പുറത്തിറക്കിയ ഒരു പുതിയ ഗെയിമാണ് കേട്ടോ ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ, പക്ഷേ ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ള മലയാളീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഗെയിമാക്കരുന്നത് തോന്നുന്നത്. കാരണം ഇന്ത്യയാണ്. ഇതിലുള്ള മാപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. കരിയർ ടൂർ മോഡില്ല കേട്ടോ ഗൈസ്. ഞാൻ ഒരായിട്ട് കളിച്ച് നോക്കി. ഇതിൽ കൊച്ചുണ്ട്, കോയമ്പത്തൂരുണ്ട്, സേലമുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദുണ്ട്, മുംബൈ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്. ഇതിൽ ഇത്തരം കുറച്ച് മാപ്പുള്ളൂ അല്ലേ. അപ്പോൾ ഇത്തരം മാപ്പ് വരാനുള്ളൊരു കാരണം പറയുമ്പോൾ, ഇത് നമുക്ക് ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ടുള്ളൂ ഇത് ഗെയിം ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനി അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ മാപ്സും കാര്യങ്ങളൊക്കെ കിട്ടുക കാരണം. പിന്നെ ഗരാജിൽ പോയാൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനില്ല. നമുക്ക് ഉള്ളിൽ കർട്ടൻ ഇടാം, പിന്നെ ടയറും മാറ്റാം, പിന്നെ നമുക്ക് ലിവർ സെറ്റ് ചെയ്യാം, മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനില്ല. പിന്നെ നമുക്ക് ഇനി ഷോപ്പ് പോയാൽ നമുക്ക് ഈ ഒരു ബസ്സും മാത്രമേ ഉള്ളൂ നമുക്ക് കാണാം കേട്ടോ. ഉണ്ടല്ലേ, ഈ ഒരു ബസ്സും ഇതിന് കുറച്ച് നീളം കൂടുതൽ, ഇത് കുറച്ച് ചെറുതുമാണ് അല്ലേ. നമുക്കാകെ 2 ബസ്സുള്ള ഇതിൽ വരിക. പിന്നുള്ളത് പറയുമ്പോൾ ഡ്രൈവർ ഒരു ദർശൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, കുറച്ച് വയസ്സൊക്കെ ആളാണ്. പിന്നെ ആകാശ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. പിന്നെ രാഹുൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇയാൾ കുറച്ച് ഫ്രീക്കനാണ് കേട്ടോ. പിന്നെ ബഷീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ, ഒരു പഞ്ചാബി. പിന്നെ അഞ്ജലി എന്ന് പറഞ്ഞൊരാൾ പെണ്ണുണ്ട്. പിന്നെ കൃഷ്ണ പറഞ്ഞൊരു സാധാമായി തന്നെ ഒരാൾ. പിന്നെ മോഡൊക്കെ നമ്മൾ ആദ്യം കയറ്റണ പോലെ തന്നെ ചൂസ് വെക്കുക, യൂസ് ദിസ് ഫോൾഡർ അലോ കൊടുക്കുക, ഇമ്പോർട്ട് വെക്കുക, ഡിവൈസ് ഗാലറി വെക്കുക, നമ്മളെ ഡോക്യുമെൻറ്റ്സ് അല്ല ഡൗൺലോഡിൽ പോയി കണ്ട് നമ്മളെ ഇതിവിടെ ലാസ്റ്റ് ആക്കാരോ നോക്കട്ടെ. ഇതവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, ഉണ്ടത് നമ്മൾ. ഓക്കെ ഗൈസ്, വരച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളൊരു ഗ്യാരേജ് എടുത്തുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മളെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി വെക്കാം. ഇതിൽ മൾട്ടിപ്ലെയർ മോഡ് വയ്ക്കാറ്റല്ലേ, സോറി. ഇതിൽ നമുക്ക് ഫ്രീ ഉണ്ട്, ഫ്രീ അല്ല കരിയർ പോയേക്കാം. ഇതെന്ത് സംഭവം, ടെർമിനലുണ്ട്. പിന്നെ ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് ഉണ്ട്. ടെർമിനൽ സ്ട്രീറ്റ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ പിക്ക് ചെയ്ത് പോകലാണ്. ടെർമിനൽ പറയുമ്പോൾ നമുക്ക് അറിയില്ല, നോക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെർമിനൽ സ്ട്രീറ്റ് എടുത്ത് നോക്കാം. കൊച്ചി ടു സേലം പോയേക്കാം. ഇപ്പം നമ്മൾ പോവും. ലോഡിംഗ് മാപ്പാണ്. ഇതിൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ പോലെ അങ്ങനെ സ്റ്റെക്കും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ക്ലിയറായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓട്ടി നോക്കാം. അപ്പോൾ അറിയാലോ നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഫസ്റ്റ് ഇത് ഇൻറ്റീരിയറൊന്നും മാറിയിട്ടില്ലല്ലോ നമ്മൾ വേറെ ഗെയിമായിട്ടും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളാള്. പക്ഷെ ഇയാളെ നടത്താത്രയ്ക്ക് രസം തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഡാൻസ് അറിയുന്നത് ഇതൊക്കെയാണ്, പക്ഷെ കോമഡിയാണ് ഉണ്ടായത്. ഒരു മെഴ്സഡീസ് ബെൻസിൽ കൂടെ പോയിട്ടോ.
പിന്നെ നമ്മളെ ഇന്ത്യത്തെ കൊച്ചി തന്നെയാണെന്നാണ് തോന്നുന്നത്. ഉണ്ടല്ലേ, നമ്മളിവിടെ നിർത്തുക. സ്കിപ്പ് അടിച്ചണമെങ്കിൽ ഏത് സൈഡൊക്കെ മാറിയിട്ടാ അതൊക്കെ. പക്ഷേ അത്രയ്ക്ക് റിയലിസ്റ്റിക് ഒന്നും ആയിട്ടില്ല. നമ്മളെ ബസ് സിമുലേറ്റർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നോണേ? ഇല്ലല്ലോ. ഒരു ചേച്ചിയുടെ സാരിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ അവിടെ നമ്മളൊരു നെക്സോൺ ഇറക്കുന്നുണ്ട് കേട്ടോ. നെക്സോണ് കണ്ടില്ലേ, നെക്സോൺ EV ആണെന്ന് തോന്നുന്നു. അത് പോയേക്കാം. അയ്യോ, കണ്ടില്ല ഗൈസ്, ഇവിടെ സീറ്റിൻ്റെ എണ്ണൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം, ഒരൊറ്റ സെക്കൻഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, അവിടെ സീറ്റിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ആ പെട്രോൾ എടുക്കണതിൻ്റെ ഓക്കെ. മുന്നിൽ ഒരു ആംബുലൻസ് ഒക്കെ ഉണ്ട്. ആംബുലൻസ് ഒക്കെ വെക്കുക അതേ മരത്തന്നെ ഇത് കാണാൻ കറക്റ്റ് കൊച്ചി. എൻ്റെ മോനെ കറക്റ്റ് കൊച്ചി, കറക്റ്റ് കൊച്ചി മാതിരി തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് ട്രാഫിക് കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. കറക്റ്റ് കൊച്ചി ഉണ്ടല്ലേ. കൊച്ചിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെടും. മേലെ പുറത്തിറക്കിയ കണ്ടില്ലേ ആ തീയൊരിത്. അപ്പോൾ ഈ ഗെയിം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ്, കൊച്ചിന്ന് നേരെ ഇത് കണ്ടില്ലേ ഇവിടെ ചോപ്പ്. ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ടോ ഇവിടെ ഈ ഒരു ചോപ്പ് ഇങ്ങനെ കാണിക്കണേ? അവിടെയൊക്കെ ഇതാണ്, അവിടെയൊക്കെ ഓരോരോ സ്റ്റോപ്പുകളാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പൊക്കെ ആദ്യം പോയി വെക്കുക. എന്നിട്ട് ഒരു സ്റ്റോപ്പ് ഇവിടെ അടുത്തുണ്ട് എന്നാണ് തോന്നുന്നത്, നമുക്ക് പോയി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരാൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് കറക്റ്റ് അങ്ങോട്ട് നിർത്തി കൊടുക്കേണ്ടി വരും കേട്ടോ. പക്ഷെ ഒന്നും ആവണമെന്നല്ല. ഡോർ ഇറക്കണ്ട ഗൈസ്, ഡോർ ഇറക്കാൻ മറന്നു. ഒരാളായിക്കൂടി കയറി, ഒരാൾ കൂടി കയറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് നമ്മളെ ഫ്രീ ബസ് കൊണ്ടൊന്ന് വിളിച്ച് നോക്കുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഓക്കെ, നമ്മൾ ഗരാജിൽ പോയി കണ്ട് നേരെ നമ്മളെ ഫ്രീ ബസ് എടുത്ത് കരിയർ സ്റ്റാർട്ട് ന്യൂ നമുക്ക് ടെർമിനൽ കളിച്ചോക്കാം. നമുക്ക് ബാംഗ്ലൂർ എടുക്കാം. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് പോയി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ ബസ്സിൻ്റെ ഉള്ളത്തെ ഇന്ത്യയിൽ. പിന്നെ ഈ ഹോൺ മാറിയിട്ടില്ല. ഓക്കെ, ഒന്നാമത്തെ ഹോൺ മാറിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ മാറിയിട്ടില്ല, മൂന്നാമത്തെ മാറിയിട്ടില്ല, ഒന്നാമത്തെ മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ടെർമിനൽ ടൂറാണ് കേട്ടോ. ടെർമിനൽ ടൂറാണ്. അങ്ങനെ സ്റ്റോപ്പ് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളീ ബസ്. ഉണ്ടല്ലോ ഒരു സ്കൂൾ പയ്യൻ. നമ്മളെ നാനോ ഗൈസ്, അതാണ് കേട്ടോ നാനോ. ഞാൻ കാണിച്ചു തരാം, ഒരു ഇന്ത്യ മുന്നിലേക്ക് ഒന്ന് എത്തട്ടെ. അയ്യോ പോയി. ഓക്കെ, അതാ പോണേ. ഓക്കെ, പക്ഷേ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, കുറേ ഹിന്ദിയിലാണ് എഴുതിച്ചേക്കണേ. ഒരു നോർത്ത് ഇന്ത്യൻ ഫീല് മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ആളത്രയ്ക്ക് പറ്റിയില്ല, നമ്മളെ ബസ് ഡ്രൈവറെ അത്രയ്ക്ക് പറ്റിയില്ല. കാരണം അയാൾ നടത്തോ ഇതൊന്നും ഒരു രസമല്ല. പിന്നെ ചാടുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മളെ നെക്സോൺ EV പോലീസ്, മഹേന്ദ്രൻ്റെ പോലീസ്. നമ്മളെ ബസ് മിലിറ്ററിയിൽ കേരള മോഡൽ ഇതൊക്കെ കിട്ടും.
പിന്നെ ബസ്സുകളും അത്രയ്ക്ക് റിയലിസ്റ്റിക് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി ഇതിലും മോഡൊക്കെ ആഡ് ചെയ്യും, കളിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.